ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാനുള്ള സമരവുമായി AICC-യും KPCC നേരത്തെ ജയിച്ച് പറഞ്ഞതുപോലെ 4 സമരങ്ങൾ ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലഘട്ടത്തിൽ നടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും സമരമുഖത്തായിരിക്കും. എന്തു തന്നെ പ്രയാസങ്ങളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈ നാടിൻ്റെ ജീവസ്പന്ദനമായ ഓരോ കാര്യത്തിലും ഇടപെടുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആ നിലപാടുമായി മുന്നോട്ട് പോകും. പിണറായി സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെയുള്ള സമരവുമായി മുന്നോട്ട് പോയി ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും അംഗനവാടി വർക്കർമാർക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധമായ എല്ലാ നിലപാടുകളിലും അതിശക്തമായ വിയോജിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാസത്തിലും ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ സമരപരിപാടി എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സമരപരിപാടി സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ, നമ്മുടെ നാടിൻ നട്ടല്ലായ സമ്പത്തായ നമ്മുടെ സ്വന്തം ആശാവർക്കേഴ്സ്, നമ്മുടെ ഐക്യദാർഢ്യം. ഇത്രയുള്ള വലിയ അധ്യക്ഷ പ്രസംഗം ഒന്നും അധികം നടത്തുന്നില്ല. കേരള ഗവൺമെന്റ് നടത്തുന്ന ജനദ്രോഹമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള സമരത്തിലാണ് നമ്മളുള്ളത്. ആ സാധാരണക്കാരന് വേണ്ടി ഒരു വക പോലും, ഒരു ഫണ്ട് പോലും വകയിരുത്താതെ 2 സർക്കാരുകൾ പോവുകയാണ്. അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, ജനദ്രോഹ ഭരണം, സാധാരണക്കാരായുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാതെ പോകുന്ന ഒരു ഗവൺമെന്റ് എന്ന സംഭവമാണ് എന്ന് ചോദിക്കുമ്പോൾ തീർത്തും നിരാശാജനകമായി പോളിറ്റ് ബ്യൂറോ പോലും തള്ളിപ്പറയുന്ന രൂപത്തിലേക്ക് പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയന്റെ സ്തുതിബന്ധങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ഗവൺമെന്റിന് അനുകൂലമായി നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിനമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്കാവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്ന സംവിധാനത്തിലുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ സുഖ സൗകര്യങ്ങൾ വേണ്ടി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ക്ലിഫ് ഹൗസിൽ വേണ്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ട്രഷറി നിയന്ത്രണവുമില്ല, ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല. സ്വന്തം മരുമകന് കൊടുക്കാൻ, അതുപോലെ തന്നെ മറ്റു